ഞാൻ ഇങ്ങനെ 28 കിലോമീറ്റർ പോകുന്നപ്പോൾ എനിക്ക് കറക്റ്റ് കിലോമീറ്ററിന് 18 രൂപ കിട്ടിയത്. അപ്പൊ നമ്മളിപ്പോ ഇത് മറ്റേ ട്രിപ്പായിട്ട് ഊബറിന്റെ ട്രിപ്പായിട്ട് പോരാണെന്നുണ്ടെങ്കിൽ പെർ കിലോമീറ്റർ നമുക്ക് 12.85 രൂപ നമുക്ക് കിട്ടുള്ളൂ. അത്രയും കമ്മീഷൻ പോകും. ഇതിപ്പോ പേഴ്സണലാക്കി പോകുന്നതുകൊണ്ട് അപ്പോഴും നമുക്ക് കിലോമീറ്ററിന് 18 കിട്ടിയിട്ടുള്ളൂ. വലിയ ലാഭമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഊബറിൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നഷ്ടമാവും. പിന്നെ ഇതുപോലെ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടപ്പോഴേ 1-2 കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യും, അപ്പൊ അവരെ അക്കൗണ്ടൊക്കെ പോകൂലെന്ന്. ചെയ്യണവരെ അക്കൗണ്ടൊക്കെ പോകും. ഇതിനൊന്നും നമ്മൾ ഉത്തരവാദി ആവില്ല. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടും പ്രേരിപ്പിക്കൂല കേട്ടോ. കാരണം ഇത് ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആരാണ് ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 300ന്റെ മേലുള്ള ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് കളയുക, അല്ലെങ്കിൽ എടുക്കാതിക്കുക. ഇനി നഷ്ടത്തിൽ ഓടാൻ താല്പര്യമുള്ളവർക്ക് അത് എടുത്ത് ഓടും ചെയ്യാം കേട്ടോ. ചിലർക്ക് 300 എന്നൊക്കെ കാണുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ എടുത്ത് ഓടുമ്പോൾ നഷ്ടം സംഭവിക്കും. അങ്ങനത്തെ നഷ്ടം കുഴപ്പമില്ലാത്തവർക്ക് ഓടാം. ഇനി ഇന്റെ മാതിരി നഷ്ടത്തിൽ ഓടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയാ, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് ഇതുപോലെ പേഴ്സണൽ ആക്കിയിട്ട് അവരോട് ചോദിക്കുക. അവർക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയുക. കാരണം അടുത്ത ആൾക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ മെയിൻ എന്താ റിസ്ക് വെച്ചാല് ചിലപ്പോൾ അക്കൗണ്ട് പോകും, ചിലപ്പോൾ നല്ല ഇത് അക്കൗണ്ട് പോകേണ്ടതാണ് ശരിക്കും. കാരണം എന്താ വെച്ചാല് ഊബറാരി എന്നൊക്കെ പറയുന്നത് വലിയ കമ്പനിയാണ്, ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് എഴുതിയാണ്ട് അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും. കാരണം ബുക്ക് ചെയ്ത ഫോണും അക്സെപ്റ്റ് ചെയ്ത ഫോണും രണ്ടും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യേക്കാരം. പിന്നെ അതുമല്ല, നമ്മൾ പിന്നെ അടുത്ത ഊബർ ഓൺ ആക്കുന്നത് ആ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന ലൊക്കേഷനിലായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ഊബർ ഓൺ ആക്കുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ അവർക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ചിലപ്പോൾ അക്കൗണ്ട് പോകുന്നുള്ള ചിന്തയിൽ വേണം ട്രിപ്പ് എടുക്കാൻ. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് എടുക്കുക. ഞാൻ അക്കൗണ്ട് പോയിട്ട് നമ്മളൊന്നും പറയരുത്. ഇന്നാളിട്ട കമന്റ് കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ച് എന്തിനാ ഇപ്പൊ അവര് പൈസ ഉണ്ടാക്കുക, കിട്ടി അക്കൗണ്ട് പോയാൽ ഇന്റെ മേത്തേക്ക് കിട്ടും. അതിപ്പോ എന്ത് പരിപാടിയാ? അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ളവര് മാത്രം ചെയ്യാം, അല്ലാത്തവര് ചെയ്യരുത്. അല്ലാത്തവര് സിമ്പിൾ പരിപാടി ഞാൻ ആദ്യം പറഞ്ഞുതരാം. ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയുക, എന്നിട്ട് അടുത്ത ട്രിപ്പ് എടുത്ത് ഓടുക. അപ്പൊ വലിയ റിസ്ക് ഇല്ല, പരിപാടി കഴിഞ്ഞു.